ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ്സിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹായ്. കഥകൾ നമ്മളെ തേടി വരുമ്പോൾ അത് എങ്ങനെയുള്ള ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യാം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ചെയ്യാൻ തുടക്കമാണെങ്കിൽ പോലും ഓക്കെ നല്ലൊരു എന്താ പറയുക ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഇന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഇത്രയും സ്പേസ് വേണം, അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ വരാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അത്രയൊന്നും ചിന്തിക്കാറില്ല. എനിക്ക് ഇപ്പൊ ഈ ടച്ച് വുഡ് ഇതുവരെ വന്നിരിക്കുന്ന റോൾസ് എല്ലാം പടത്തിൽ എവിടെയൊക്കെയോ ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രയോറിറ്റി ഉള്ള ഒരു റോളായിട്ടേ വന്നിട്ടുള്ളൂ. പിന്നെ റിപ്പീറ്റഡ് കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ അത് മാത്രം കോൺഷ്യസ് ആയിട്ട് ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജൂണിലെ പോലത്തെ ഒരു ക്യാരക്ടർ ഇഷ്ടം പോലെ അങ്ങനത്തെ സംഭവങ്ങൾ വന്നു. അപ്പൊ അത് പിന്നെയും ചെയ്ത അതിന്റെ ഒരു ഇതങ്ങ് പോയി പോകും. ചിലപ്പോൾ ഒരു വൺ ടൈം അതെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകും നമ്മള്. നമുക്കും ആഗ്രഹം ഉണ്ടാവും കുറച്ച് ചെയ്യുമ്പം വേറെ എന്തെങ്കിലും മാറ്റിപ്പിടിച്ചാലേ നമുക്കും അറിയത്തുള്ളൂ നമ്മൾ എത്ര കേപ്പബിൾ ആണ്, നമ്മുടെ കാലിബർ എത്രയും നമുക്കും അറിയുന്നത് അങ്ങനെയാണ്. ഓരോ പെർഫോമൻസ് കിട്ടുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പം ആ രീതിയിൽ നോക്കാറുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് വൈസ് ഒന്നും അങ്ങനൊന്നും ഇതാക്കിയിട്ടില്ല. സിനിമയിലേക്ക് വരുന്ന ബിഗ് സ്ക്രീനിലേക്ക് വരുന്നതിന് മുമ്പ് ഷോർട്ട് ഫിലിംസും മറ്റും ചെയ്തിരുന്നു. അതായത് ഞാൻ ആദ്യം ചെയ്ത ഭയാനകം എന്ന് പറയുന്ന മൂവി, ഞാൻ പറഞ്ഞു അങ്കിളിന്റെ മൂവി, അത് കഴിഞ്ഞ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ അത് ആ ടീം പിന്നെ വലുതായിട്ടാണ് ഹെർ സ്റ്റോറി എന്നാണ് ആ ഷോർട്ട് ഫിലിമിൽ. അപ്പൊ അതിന്റെ ടീം വലുതായിട്ടാണ് ജൂൺ ആവുന്നത്. അപ്പൊ അതിലോട്ട് അഹമ്മദാണ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പടത്തിലോട്ട് വരാനുള്ള ഒരു ആഗ്രഹം, ഒരു മൈൻഡ് ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഹാപ്പൻഡ്. ഇങ്ങോട്ട് വന്നു, ഞാൻ എൻ്റെ കൂടെ പോയിക്കോ. ഇപ്പോഴും ഐ എം ട്രാവലിംഗ് വിത്ത് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ടേക്കിംഗ് മീ. ഞാൻ അങ്ങനെ ഇതാക്കിയിരിക്കും. എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ടീച്ചിങ് ഫീൽഡായിരുന്നു. പക്ഷെ അത് ഞാൻ കരിയർ ആയിട്ട് ഞാൻ അത് എടുത്തില്ല. പിന്നീട് മച്ച് ലേറ്റർ ആണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇനിയാണെങ്കിലും പെർസ്യൂ ചെയ്യാൻ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ. പക്ഷെ ഫോർ ദ ടൈം ബീങ് ഇപ്പൊ ഇതിന്റെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് കിട്ടിയോണ്ട് അതിനെ ആ ഒരു രീതി കാണുന്നു. ഈ ആക്ട്രസ് എന്നിലുള്ള ആക്ട്രസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ആക്ട്രസ് ആവണം എന്നുള്ളൊരു ആ ഒരു മൊമെന്റ് തിരിച്ചറിയുന്നത് എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഇതിന് ശേഷമാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് റീച്ച്ഡ് ദെയർ യെറ്റ്. ഞാൻ ഇപ്പോഴും ഒരു എന്നാ പറയുന്നത്, ഞാൻ ആ ഒരു ന്യൂ കമറിന്റെ സ്പേസിലാണ്. അപ്പൊ എനിക്ക് ചെയ്തിരിക്കുന്ന ഭയാനകം ആണേലും ജൂൺ ആണേലും, ജൂണൊക്കെ ഇപ്പൊ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കും, നിൽക്കാൻ പറഞ്ഞ് നിൽക്കും, അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊന്നും അറിയില്ല. ക്യാമറ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നമ്മളെ എങ്ങനെയാണ് നമ്മളെ ക്യാരി ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഓരോ പടം ചെയ്യും തോറും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് നേരത്തെ പഠിക്കണോ, ഈ ഡയലോഗ്സിന് മോഡുലേഷൻ കൊടുക്കണോ, എവിടെ നമ്മുടെ മാർക്ക് ചെയ്ത സ്പോട്ട് നമ്മൾ വളരെ കുറച്ചുകൂടെ ബ്രെയിൻ വെച്ച് നമ്മൾ ഇൻവോൾവ് ആവാൻ നോക്കും. ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നില്ല അത്രയും. ഇപ്പൊ കുറച്ചും കൂടെ അങ്ങനെ ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു പോയിന്റിലോട്ട് എത്തി. അത് ഈ എക്സ്പീരിയൻസും അല്ലെ ഓരോ മൂവീസും കൊണ്ടായിരിക്കണം. ഇപ്പോഴും എന്ത് ആവണമെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. സ്റ്റിൽ ഫിഗറിങ് ഔട്ട്. അതെനിക്ക് അറിയത്തില്ല. ഒരു ലോങ് റണ്ണിൽ എനിക്ക് ലൈഫ് ലോങ് എന്താ ചെയ്യേണ്ട, ഒരു ലൈഫിനൊരു പേർപ്പസ് പോലെ എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതിപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊരു ഹോബി പോലെ ഇതതിന്റെ കൂടെ. സിനിമ കൊണ്ടുപോകുമ്പോൾ, സിനിമ ജീവിതം കൊണ്ടുപോകുമ്പോൾ ഒരു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയാനാണെങ്കിൽ എന്തായിരിക്കും? സോറി, ടാസ്ക് എന്ന് പറയാനാണെങ്കിൽ എന്തായിരിക്കും? ആക്ട്രസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഒരുപാട് ചലഞ്ചസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് മിടുക്കരായിട്ടുള്ള ന്യൂ കമേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു 10 പേര് കാണും. ആ ഒരു പ്ലേസിലോട്ട് നമുക്കൊരു ഇത് മാർക്ക് ഉണ്ടാക്കുന്നിടം വരെ അതൊരു സ്ട്രഗിളാണ്. ആ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് തീരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൻഡ് സിനിമയുടെ ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത്, ഇന്ന് ഉണ്ടാവും, നാളെ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് നമ്മളുള്ള മൊമെന്റ് എൻജോയ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നാളെ ഇതുണ്ടോ, നമുക്ക് എങ്ങനെയാണ്, ഞാനുണ്ടോ അല്ലെ വേറെ ഏതെങ്കിലും, അത് ചിലപ്പോൾ എന്നെ റീപ്ലേസ് ചെയ്ത് വേറെ ആൾക്കാർ അവിടെ വരും. സോ ഉള്ള ഒരു ടൈം ഫ്രെയിം ഉണ്ട് എല്ലാവർക്കും. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ആക്ടേഴ്സിനും അല്ല ഒരു നല്ലൊരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൽ കയറി ചിലവർക്ക് ലക്കും, ഈ പറഞ്ഞ പോലെ ലക്ക് ഒരു മേജർ ഫാക്ടറാണ്. അതും കൂടെ വർക്ക് ആവുമ്പോഴാണ് അവര് വേറെ ഒരു ഇതിലോട്ടും സിങ്ക് ആവുന്നത്. പ്ലസ് ഒബ്വിയസ്ലി അവരുടെ കഴിവും. ആരാധകർ തിരിച്ചറിയുമ്പോഴുള്ള അത് എങ്ങനെയുണ്ടായിരുന്നു?
എന്നെ സത്യം പറഞ്ഞ് ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്ന മൊട്ടച്ചീന്ന. എൻ്റെ പേരിനേക്കാളും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നതും വിളിക്കുന്നതും മെസ്സേജസ് വരുന്നതും ഒക്കെ ഈ പേരിലാണ്. അപ്പം എനിക്കൊന്നൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും ഇത് കൂടുതൽ ഒരു ക്യാരക്ടർ വെച്ച്, അതായത് 3 വർഷം കഴിഞ്ഞു പടം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാരെന്നെ വിളിക്കുന്നത് മൊട്ടച്ചീന്ന് തന്നെയാണ്. അവർക്ക് എന്നെ ഷോർട്ട് ഹെയറിലാണ് ഇഷ്ടം. അപ്പൊ അത്ര ആ ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഹാപ്പിനെസ് ആണ്. അങ്ങനെ ആൾക്കാർ വെളിയിൽ പോകുമ്പോഴും ഇങ്ങനെയാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഒരാളിനെ വൈഷ്ണവി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് സന്തോഷം എന്നെ മൊട്ടച്ചിന്ന് വിളിക്കുന്നതായിരിക്കും. അതൊരു ഹാപ്പി മൊമെന്റ് തന്നെയാണ്. ആൾക്കാർ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. എപ്പോഴെങ്കിലും അതൊരു ഡിസ്റ്റർബൻസ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്? ഇല്ല, നമുക്ക് സന്തോഷമുള്ളൂ. എസ്പെഷ്യലി നമ്മളെ പോലുള്ള ന്യൂ കമേഴ്സിന് ഇതൊരു കൈൻഡ് ഓഫ് സപ്പോർട്ടാണ്, അപ്രീസിയേഷൻ പോലെയല്ലേ. നമുക്ക് എവിടെ പോയാലും ആൾക്കാർ നമ്മുടെ സ്നേഹത്തോട് ഓടി വന്ന് ഫോട്ടോ എടുക്കുന്നു, ചോദിക്കുന്നു, നമുക്ക് സന്തോഷമുള്ളൂ. നമുക്ക് വേണ്ട ഒരു കൈൻഡ് ഓഫ് വോംത, ഒരു അക്സെപ്റ്റൻസ് അവർ തരുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണല്ലോ അത്. സോ അത് സന്തോഷമുള്ളൂ. ഇപ്പം രാജുവേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സീക്വൻസിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഡയലോഗ്സ് ആയിട്ടില്ലായിരുന്നു, നമ്മുടെ പ്രസൻസ് ആയിരുന്നു കൂടുതലും. പക്ഷെ നമുക്ക് കോമ്പിനേഷൻ ഇല്ലേ കൂടെ ഒരുപാട് ആ ഷോട്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. കാരണം ടൈമിന് വെരി പങ്ക്ച്വൽ, ഷോട്ട് എല്ലാം വെച്ച് ടൈമിന് വരും. ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വരും, ഹിൽ ഗോ ത്രൂ ദ സ്ക്രിപ്റ്റ്, എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കും, ടേക്ക് പോകും. അത്രയും പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്, ഒത്തിരി ടൈം ടേക്കിംഗ് അല്ല, കഴിയും പോവും. അപ്പം നമുക്ക് ശരിക്കും ഒരു മൂവി കാണുന്ന പോലെയാണ് രാജുവേട്ടൻ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുമ്പോൾ തോന്നുന്നത്. നമ്മൾ മൈ പെർഫോമൻസ് അല്ലെ, ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സന എന്നാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ക്യാരക്ടർ ചെയ്യുന്നത്. മമതയുടെ സിസ്റ്ററായിട്ടാണ്. എൻ്റെ അമ്മയായിട്ട് ഷാരി ചേച്ചിയാണ്. എൻ്റെ കൂടെ ഒരുപാട് ഇപ്പോൾ വിൻസി, ധ്രുവൻ, മിഥുൻ ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജുവേട്ടൻ, സുരാജേട്ടൻ, മമത ഇവരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേരുന്ന ഒരു പടമാണ് ജനഗണമന. പിന്നെ ജനഗണമനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു സ്റ്റോറിയാണ്, എല്ലാം ലിങ്ക്ഡ് ആണ്. ഇപ്പം ഞാൻ മാത്രമല്ല, വിൻസി മാത്രമല്ല, സുരജേട്ടൻ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്നാലേ ആ പടത്തിനൊരു മീനിങ് ഉണ്ടാകത്തുള്ളൂ. ഓൾസോ ഇതിലൊരു മേജർ പോർഷൻ എന്ന് പറയുന്നത് ക്യാമ്പസിൽ നമ്മൾ പറയുവാണെങ്കിൽ ഒരു യൂത്തിന് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിന് ഇങ്ങനൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഇഷ്യൂവിന് നമ്മൾ എങ്ങനെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്തേനെ, അത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ക്വസ്റ്റ്യൻസ്, ഉണ്ടാവുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് ഈ പടം.